ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBSന് BDSന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൻ്റെ കൗൺസിലിംഗ് ഷെഡ്യൂൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. MCC.NIC.വെബ്സൈറ്റിലാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് നമുക്കത് നോക്കാം. ടോട്ടൽ 4 റൗണ്ടുകളിലായിട്ടാണ് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് നടക്കുക. റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3, റൗണ്ട് 4. റൗണ്ട് 4നെയാണ് സ്ട്രേ വേക്കൻസി റൗണ്ട് എന്ന് വിളിക്കുക. നമ്മൾ നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 14 റൗണ്ട് 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നുവെച്ചാൽ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഓഗസ്റ്റ് 14 വിചാരിച്ചതിനേക്കാൾ കുറച്ചും കൂടി ഡിലേ ആയിട്ടുണ്ട്. എങ്കിൽ പോലും ഓഗസ്റ്റ് 14 സീറ്റ് മാട്രിക്സ് പബ്ലിഷ് ചെയ്യും. അതായത് ഇന്ത്യയിലെ ഏതൊക്കെ മെഡിക്കൽ കോളേജുകളുണ്ട്, ഓരോ മെഡിക്കൽ കോളേജ് എത്ര സീറ്റുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സീറ്റ് മാട്രിക്സ് പബ്ലിഷ് ചെയ്യും. ഈ സീറ്റ് മാട്രിക്സ് പബ്ലിഷ് ചെയ്തതോട് കൂടിയാണ് പുതുതായിട്ട് ഏതെങ്കിലും മെഡിക്കൽ കോളേജസ് ആഡ് ആയിട്ടുണ്ടോ എന്നും, അല്ലെങ്കിൽ എത്രത്തോളം മെഡിക്കൽ കോളേജസ് ആഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നിലവിലുള്ള മെഡിക്കൽ കോളേജുകളിൽ സീറ്റ് വർധനവ് വന്നിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു വ്യക്തത ലഭിക്കുകയുള്ളൂ. ആദ്യം വരുന്നത് രജിസ്ട്രേഷനാണ്. ഈ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റൗണ്ടുകളും സെപ്പറേറ്റ് റൗണ്ടുകളാണ്. അതായത് ഫസ്റ്റ് റൗണ്ടിൽ പങ്കെടുത്തില്ല എന്ന് കരുതിയാൽ നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് പുതുതായിട്ട് പങ്കെടുക്കാം, പുതുതായിട്ട് രജിസ്ട്രേഷൻ നടത്തി ചോയ്സ് ഫില്ലിംഗ് നടത്താൻ പറ്റും. അപ്പം ഫസ്റ്റിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത് ഓഗസ്റ്റ് 14 തന്നെയാണ്. ഓഗസ്റ്റ് 14 മുതൽ ഓഗസ്റ്റ് 20 ഉച്ച വരെയാണുള്ളത്. ഈ ഡേറ്റിൽ നമ്മൾ MCCയുടെ സൈറ്റിൽ കയറി നമ്മൾ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് രജിസ്ട്രേഷൻ നടത്തി. രജിസ്ട്രേഷന് ഒരു ഫീസ് ഉണ്ടാകും. ജസ്റ്റ് ഒരു 10,000 രൂപ ജനറൽ കാറ്റഗറിക്കാർക്കും, റിസർവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 5,000 രൂപയായും ഫീസ് ഉണ്ടാകും. അതടക്കാനുള്ള തീയതി എന്ന് പറഞ്ഞാൽ 20 വരെയാണ് സമയം തന്നിട്ടുള്ളത്. വൈകുന്നേരം 3 മണി വരെ സമയം ഉണ്ടാകും. രജിസ്ട്രേഷന് 20 12 മണി വരെയാണ് സമയം. പേയ്മെൻറ്റിന് ഒരു 3 മണിക്കൂർ കൂടി നീട്ടി 3 മണി വരെ സമയം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ഓഗസ്റ്റ് 16 ചോയ്സ് ഫില്ലിംഗ് നടത്താം. ഇന്ത്യയിലെ ഏറെക്കുറെ 350ഓളം മെഡിക്കൽ കോളേജുകളുണ്ടാകും. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മാത്രമാണ് ഈ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നുള്ളൂ. നമ്മുടെ കേരളത്തിലെ സെൽഫ് ഫിനാൻസ് കോളേജുകളോ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ സെൽഫ് ഫിനാൻസ് കോളേജുകളോ ഒന്നും ഇതിലുണ്ടാവത്തില്ല. സെൽഫ് ഫിനാൻസിങ് കോളേജുകൾക്ക് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ അതാത് സ്റ്റേറ്റിൻ്റെ വെബ്സൈറ്റിലൂടെ ആയിരിക്കും പങ്കെടുക്കുന്നുണ്ടാവുക. MCCയുടെ സൈറ്റിൽ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ വരുന്നത് ജസ്റ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ് മാത്രമാണ്. ചോയ്സ് ഫില്ല് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രയോറിറ്റി ഓർഡർ അനുസരിച്ച് വേണം കൊടുക്കാൻ. നമുക്കിപ്പം കേരളത്തിലാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജസുകൾ കൊടുത്തതിന് ശേഷം തമിഴ്നാട്ടിലെ കോളേജ് കൊടുക്കാം, അല്ലെങ്കിൽ കർണാടകയിലെ കോളേജ് കൊടുക്കാം. അത് നിങ്ങളുടെ പ്രയോറിറ്റിയാണ്. അതായത് ജസ്റ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നിങ്ങളുടെ പ്രയോറിറ്റിയിൽ ഫസ്റ്റ് ഏതാണോ ആ കോളേജ് നിങ്ങൾക്ക് കിട്ടുമോ എന്ന് നോക്കിയിട്ട് മാത്രമേ സെക്കൻഡിലോട്ട് പോകുള്ളൂ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിൽ ഏത് കോളേജ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ ശ്രദ്ധിക്കുക. ഈവൻ നിങ്ങളുടെ മാർക്ക് കുറവാണെങ്കിൽ പോലും നിങ്ങൾക്ക് എയിംസ് ഡൽഹി ഓപ്ഷനിൽ വെക്കാം, അല്ലെങ്കിൽ കേരളത്തിലെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് നിങ്ങൾക്ക് ഓപ്ഷനിൽ വെക്കാം. അതിന് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രയോറിറ്റി ഓർഡറിൽ ജസ്റ്റ് ഇപ്പോൾ ഫസ്റ്റ് എയിംസ് ഡൽഹി വെച്ചു, അതിന് താഴെ ജിപ്മർ വെച്ചു, ഭുവനേശ്വർ വെച്ചു, കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, ഈ രീതിയിൽ വെക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് ഇനി തമിഴ്നാട്ടിലെ ഒരു മെഡിക്കൽ കോളേജിൽ കിട്ടാനുള്ള റാങ്കാണ് എങ്കിൽ പോലും ജസ്റ്റ് ഈ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് വെക്കാം. പിന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വെച്ചാൽ ഇതേ അലോട്ട്മെൻറ്റിൽ തന്നെയാണ് BDSനുള്ള സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് നോക്കാതെ ഫസ്റ്റ് ഓർഡർ വെക്കുമ്പോൾ എയിംസ് ഡൽഹിക്ക് വെച്ചു, അങ്ങനെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് വെച്ചു, അവിടെ MBBS സെലക്ട് ചെയ്യാനുണ്ടാവും. അത് മാറിപ്പോയി BDS എങ്ങാനും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കോളേജ് അലോട്ടായി ചെയ്ത് വരും. അപ്പോൾ അത് കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടാക്കും. എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും അലോട്ട്മെൻറ്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ചോയ്സ് ഫില്ല് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. MBBS ആണോ സെലക്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ BDS ആണോ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കണം. പിന്നെയുള്ളത് ചോയ്സ് ലോക്കിംഗ് എന്നാണ്. ചോയ്സ് ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ സമയം 16 മുതൽ 20 വരെയാണ്. 20 4 മണി വരെയാണ് അതിന് സമയം തന്നിട്ടുള്ളത്. ഈ ചോയ്സ് ലോക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 50 കോളേജ് അല്ലെങ്കിൽ 100 കോളേജ് നമ്മൾ കൊടുത്തു. ആ കോളേജ് കൊടുത്ത് ചിലപ്പോൾ നമ്മളൊരു അക്ഷയ സെൻറ്ററിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ ചെയ്തതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ നമ്മളെ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് വെച്ചിട്ടായിരിക്കും ഇതിൽ ലോഗിൻ ചെയ്യുന്നുണ്ടാവുക. ആ സമയത്ത് വേറൊരാൾ ആ ലോഗിൻ ചെയ്തിട്ട് നമ്മൾ ഓർഡർ മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചോയ്സ് ലോക്കിംഗ് എന്നൊരു പരിപാടിയാണ്. ഈ ചോയ്സ് ലോക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ ചോയ്സ് ലോക്കിംഗ് ചെയ്യാൻ മറന്നു എന്ന് കരുതുക, യാതൊരു പ്രശ്നവും. ഈ ഒരു സമയം കഴിയുമ്പോൾ ഇപ്പോൾ 20 ഓഗസ്റ്റ് 20 ലാസ്റ്റ് ഡേറ്റ് എന്നുണ്ടെങ്കിൽ ആ ലാസ്റ്റ് ഡേറ്റ് സമയം തീരുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കലി ലോക്ക് ആയിക്കോളും.
ചോയ്സ് ലോക്ക് ചെയ്തിട്ടില്ല എന്ന് വെച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഓട്ടോമാറ്റിക്കലി ലോക്കാവും. ഈ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് നമുക്ക് 3 ഓപ്ഷനായിരിക്കും ഉണ്ടാവുക. അതായത് റിസൾട്ട് വന്നു കഴിഞ്ഞാലോ റൗണ്ട് 1ൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ ഒരു കോളേജ് അലോട്ട് ചെയ്യും, അല്ലെങ്കിൽ കോളേജ് അലോട്ട് ചെയ്യാതെ വരും. ഫസ്റ്റ് ഓപ്ഷൻ അതായത് ഒരു കോളേജ് അലോട്ട് ചെയ്ത് പക്ഷേ മേ ബി നമ്മുടെ ഒരു 100 ഓപ്ഷൻസ് നമ്മൾ കൊടുത്തു, ഒരു 90ാമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ 80ാമത്തെ ഓപ്ഷനായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. നമുക്ക് ആ കോളേജിൽ നമുക്ക് അതിനേക്കാൾ നല്ലൊരു കോളേജിൽ പോകാൻ ആഗ്രഹമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ഫ്രീ എക്സിറ്റ് എന്ന രീതിയിൽ നമുക്ക് ഒഴിവാക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ആ കോളേജിൽ പോയി ജോയിൻ ചെയ്തതിന് ശേഷം സെക്കൻഡ് റൗണ്ടിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാം. ഈ ഫ്രീ എക്സിറ്റിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഫ്രീ എക്സിറ്റിലൂടെ പോയി കഴിഞ്ഞാൽ ആ സീറ്റ് നമുക്ക് കിട്ടില്ല. അതായത് റൗണ്ട് 2ലോട്ട് ഇപ്പോൾ റൗണ്ട് 2ൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൗണ്ട് 2ലും സീറ്റ് മാട്രിക്സ് പബ്ലിഷ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്കവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ റൗണ്ട് 1ൽ ഇതുപോലെ ഫ്രീ എക്സിറ്റ് ആയ ആളുകൾ അല്ലെങ്കിൽ സീറ്റ് ഫില്ല് ചെയ്യാത്ത സീറ്റുകളൊക്കെ പബ്ലിഷ് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നെങ്കിൽ ഫ്രീ എക്സിറ്റ് ആയിട്ട് നമുക്ക് റൗണ്ട് 2ലോട്ട് പോകാം, അല്ലെങ്കിൽ ആ കോളേജിൽ ജോയിൻ ചെയ്തിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം, റൗണ്ട് 2ലോട്ട് പോകാൻ പറ്റും. ഇനി കോളേജ് അലോട്ട്മെൻറ്റിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അതേപോലെ തന്നെ വേറെ ഫീസ് നടക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ജസ്റ്റ് റൗണ്ട് 2ലോട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളേജിൽ പോയി ജോയിൻ ചെയ്യുക. ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് തീരുമാനിക്കാം ഞാനിപ്പോൾ ഈ കോളേജിൽ ജോയിൻ ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. ഇനി ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കോളേജിൽ പോയി ജോയിൻ ചെയ്യാനുള്ള ടൈമാണ് 24ാം തീയതി മുതൽ 29ാം തീയതി വരെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 23ാം തീയതി റിസൾട്ട് വന്നു, 24ാം തീയതി തന്നെ കോളേജിൽ ജോയിൻ ചെയ്യുന്ന പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 24ാം തീയതി മുതൽ 29ാം തീയതി അറൗണ്ട് 5 അല്ലെങ്കിൽ 6 ദിവസമാണ് ഇതിന് ടൈം തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റിസൾട്ട് വന്ന അന്ന് തന്നെ ആ കോളേജിൽ ജോയിൻ ചെയ്യണോ വേണ്ടേ എന്നൊരു തീരുമാനം എടുക്കുക. ജോയിൻ ചെയ്യുന്നതാണെങ്കിൽ ടിക്കറ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക, പോവുക. റൗണ്ട് 1 ഓഗസ്റ്റ് 29ാം തീയതി തീർന്നു. റൗണ്ട് 2 സെപ്റ്റംബർ 4 തുടങ്ങുന്നത്. ഈ 4 തുടങ്ങുന്ന സീറ്റ് മാട്രിക്സ് പബ്ലിഷ് ചെയ്യുകയാണ് 4ാം തീയതി 5ാം തീയതി ഈ 2 ദിവസങ്ങളിലായിരിക്കും സീറ്റ് മാട്രിക്സ് പബ്ലിഷ് ചെയ്യുക. സീറ്റ് മാട്രിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതേപോലെ തന്നെ ഇന്ത്യയിലെ 350 മെഡിക്കൽ കോളേജിലെ സീറ്റുകളുടെ എണ്ണവും കാര്യങ്ങളായിരിക്കും പബ്ലിഷ് ചെയ്യുന്നുണ്ടാവുക. റൗണ്ട് 1ൽ ഏതൊക്കെ കുട്ടികൾ ഏതൊക്കെ കോളേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, ആ കോളേജിൽ എത്ര സീറ്റ് ബാക്കിയുണ്ട് എന്നതിനനുസരിച്ചായിരിക്കും സീറ്റ് മാട്രിക്സ് പബ്ലിഷ് ചെയ്യുക. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൗണ്ട് 1ൽ പറഞ്ഞ അതേ കാര്യങ്ങൾ സീറ്റ് മാട്രിക്സ് പബ്ലിഷ് ചെയ്യുന്നു. രജിസ്ട്രേഷൻ 5ാം തീയതി മുതൽ 10ാം തീയതി വരുന്നു. പിന്നെ ചോയ്സ് ഫില്ലിംഗ് 6ാം തീയതി മുതൽ 10ാം തീയതി വരെ ആയിരിക്കും. 13ാം തീയതി റിസൾട്ട് വരും. കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള ടൈം 14ാം തീയതി മുതൽ 20ാം തീയതി വരെ ആയിരിക്കും. ഇനി റൗണ്ട് 3 നോക്കുകയാണെങ്കിൽ അതിൻ്റെ സീറ്റ് മാട്രിക്സ് പബ്ലിഷ് ചെയ്യുന്നത് 25 സെപ്റ്റംബറിലോട്ടാണ്. പിന്നെ അതിൻ്റെ റിസൾട്ട് 5 ഒക്ടോബർ ആകും. അപ്പോൾ ഈ റൗണ്ട് 2ൽ നിന്നും ബാക്കി വരുന്ന സീറ്റുകളായിരിക്കും റൗണ്ട് 3ൽ ഉണ്ടാവുക. പിന്നെ ഈ ഡേറ്റുകളൊക്കെ പറഞ്ഞാൽ മേ ബി എന്തെങ്കിലും കാരണം കൊണ്ട് 1-2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാവുന്നതാണ്. ആ മാറിയാൽ പോലും വലിയൊരു മാറ്റം ആരും പ്രതീക്ഷിക്കേണ്ട. ഓൾമോസ്റ്റ് ഈ രീതിയിൽ തന്നെ ആയിരിക്കും അലോട്ട്മെൻറ്റുകളൊക്കെ മുന്നോട്ട് പോവുക. ഇത് ഒഫീഷ്യൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡേറ്റുകളാണ് ഈ കാണുന്നത്. ഇനി റൗണ്ട് 4 എന്നുള്ളത് സ്ട്രേ വേക്കൻസി റൗണ്ട് എന്ന് പറയാറുണ്ട്. സ്ട്രേ വേക്കൻസി റൗണ്ട് എന്ന് പറഞ്ഞാൽ ബാക്കി കഴിഞ്ഞ 3 റൗണ്ടുകളിലും ഫില്ല് ചെയ്യാത്ത സീറ്റുകൾ, ഈ നമ്മൾ കാണുന്ന ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്ന ഈ 20,000 23,000 റാങ്ക് എന്നൊക്കെ കാണുന്നത് ഈ സ്ട്രേ വേക്കൻസി റൗണ്ടിൽ വരുന്ന ലാസ്റ്റ് റാങ്കാണ്. അപ്പോൾ പല കോളേജുകളിലും ഇത് 1-2 സീറ്റുകൾ മാത്രമേ വരാറുള്ളൂ. ചില കോളേജുകൾ സീറ്റ് അവൈലബിൾ ആയിട്ടുണ്ടാവാറില്ല. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രേ വേക്കൻസി റൗണ്ടിൻ്റെ റിസൾട്ട് വരുന്നത് 23 ഓഗസ്റ്റാണ്. ഓഗസ്റ്റ് ലാസ്റ്റിലോട്ട് എത്തി. അതായത് കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. പിന്നെ ഈ റൗണ്ടിനെ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്, അതായത് ഇപ്പോൾ ഒരു കോളേജിൽ നമുക്ക് അലോട്ട്മെൻറ്റ് വന്ന് ആ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ അതിന് പിന്നിലുണ്ട്. അതായത് അടുത്തൊരു വർഷത്തേക്ക് നമുക്ക് നീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ കുറച്ച് പെനാൽറ്റി കൊടുക്കേണ്ടി വരും. സോ സ്ട്രേ വേക്കൻസിയിലോട്ട് നമ്മൾ കോളേജിൽ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് മാത്രം, അതായത് ആ കോളേജ് അലോട്ട്മെൻറ്റ് വന്ന് കിട്ടും എന്ന് പ്രതീക്ഷ, കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പോകുമോ, അത് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഇതിലോട്ട് കോളേജിൽ സെലക്ട് ചെയ്യുമ്പം അതിന് മുന്നേ തന്നെ കുറച്ച് കോളേജുകൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ആ ഉള്ള കോളേജുകൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക, യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോസ് അങ്ങോട്ട് പോകാൻ പറ്റുമോ, അതായത് ട്രെയിനുണ്ടോ ബസ്സുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം കൊടുക്കുക. ഇനി അലോട്ട്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ജസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറയുന്ന അലോട്ട്മെൻറ്റ് കിട്ടി, യു ആർ അലോട്ടഡ് ടു ദിസ് കോളേജ് എന്ന് പറഞ്ഞിട്ടൊരു ഫോം നമുക്ക് കിട്ടും. ആ ഒരു ഫോം ജസ്റ്റ് പ്രിൻ്റ് എടുക്കുക. പിന്നെ നമുക്ക് രണ്ടാമത് വേണ്ടത് അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോൾ ടിക്കറ്റ് തന്നെയാണ്. അതായത് എക്സാമിന് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഹോൾ ടിക്കറ്റ്. അത് ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ NTA വെബ്സൈറ്റിൽ
അതിപ്പോൾ അവൈലബിൾ ആണ്. കാൻഡിഡേറ്റ് ആക്ടിവിറ്റി എന്ന് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കവിടെ കാണാൻ പറ്റും. പിന്നെ വേണ്ട സ്കോർ കാർഡാണ്. സ്കോർ കാർഡ് നമുക്ക് ഇപ്രാവശ്യത്തിന് ജയിച്ച് നമുക്കറിയാം 3ാമത്തെ സ്കോർ കാർഡ് ആയിരിക്കും ഇപ്പോൾ വന്നിട്ടുണ്ടാവുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിവൈസ്ഡ് ആയിട്ടുള്ള ആ സ്കോർ കാർഡ് തന്നെ യൂസ് ചെയ്യണം. പിന്നെ SSLC ബുക്ക്, പിന്നെ അതേപോലെ തന്നെ +2 സർട്ടിഫിക്കറ്റ്, TC, കോൺടാക്ട് സർട്ടിഫിക്കറ്റ്. ഈ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 6 മാസമേ വാലിഡിറ്റി ഉള്ളൂ. റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ +2 കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും, 2 വർഷമായിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് +2ൻ്റെ കൂടെ കിട്ടിയ ആ കോൺടാക്ട് സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ടാകും. ആ സർട്ടിഫിക്കറ്റിൽ വാലിഡിറ്റി ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല. പക്ഷേ കോൺടാക്ട് സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ 6 മാസം മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ +2 പഠിച്ച ആ സ്കൂളിൽ പോയിട്ട് നിങ്ങളുടെ +2ലെ പ്രിൻസിപ്പളുടെ കയ്യിൽ നിന്ന് ഒരു കോൺടാക്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസറുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാവുന്നതാണ്. അതിൻ്റെ ഫോർമാറ്റ് ജസ്റ്റ് നെറ്റിൽ തന്നെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോസ്പെക്ടസിലൊക്കെ അവൈലബിൾ ആണ്. ആ ഫോർമാറ്റ് പ്രിൻ്റ് ഔട്ട് എടുത്ത് ജസ്റ്റ് പൂരിപ്പിച്ച് ഒന്നെങ്കിൽ +2 പ്രിൻസിപ്പളുടെ അടുത്ത് പോവുക, അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസറുടെ അടുത്ത് പോയിട്ട് ജസ്റ്റ് ഇവരുടെ ഒപ്പം സീലൊക്കെ വാങ്ങിച്ചാൽ മതിയാകും. പിന്നെ ആധാർ കാർഡ്, റിസർവേഷൻ സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ, പിന്നെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്. ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് തമിഴ്നാട്ടിലാണ് ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് കരുതുക. അപ്പം നമ്മളവിടെ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ഇത് അവരൊരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ചോദിക്കും. അത് എവിടെ നിന്ന് കിട്ടുക വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൻ്റെ വെബ്സൈറ്റിൽ NGR എന്നുള്ള യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ഉണ്ടാകും. ആ വെബ്സൈറ്റിൽ പോയി നമുക്ക് അവിടെ നിന്ന് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ചെറിയ ഫീസ് കൊണ്ട് ആ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുക. ഒരു 1 വീക്കിനുള്ളിൽ തന്നെ നമുക്ക് അത് ഇമെയിലായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ഏറെക്കുറെ ഒരു റാങ്ക് ഇപ്പോൾ തമിഴ്നാട്ടിൽ കിട്ടാവുന്ന റാങ്കിലൊക്കെ വിചാരിച്ച് നിൽക്കുന്നവർ ആ ഒരു റാങ്കിൽ നിൽക്കുന്ന ആളുകൾ ജസ്റ്റ് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, അവരുടെ സൈറ്റിൽ പോവുക, അതിന് അപ്ലൈ ചെയ്യുക. 1 വീക്കിനുള്ളിൽ കിട്ടും. ജസ്റ്റ് നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതിന് ശേഷം അതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏറ്റവും നല്ലത് ഇപ്പോൾ തന്നെ അതിനു വേണ്ടി അപ്ലൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റാണ്. അത് ഒരു അസിസ്റ്റൻറ്റ് സർജൻ്റെ മുകളിലുള്ളൊരു ഡോക്ടറിൻ്റെ കയ്യിൽ നിന്നായിരിക്കണം ആ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ടത്. അതിൻ്റെ ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോവുക. അവിടുന്ന് അവർ നിങ്ങളുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കും. അതിനുശേഷം ഫില്ല് ചെയ്തിട്ട് ആ ഡോക്ടറെ കൊണ്ട് ജസ്റ്റ് സീലും കാര്യങ്ങളൊക്കെ വെച്ച് വാങ്ങിക്കുക. പിന്നെ അടുത്തത് വേണ്ടത് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റാണ്. ഈ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എന്നുള്ളത് നിങ്ങൾക്കൊരു കോളേജ് അലോട്ട് ചെയ്തിട്ട് അവിടെ എത്തിയിട്ട് എടുക്കാവുന്നത് തന്നെയാണ്. കാരണം ഒരു മെഡിക്കൽ കോളേജിലേക്കാണല്ലോ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി അവിടെ തന്നെ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാകും. അതല്ല അതിന് മുന്നേ തന്നെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഏതൊക്കെ വാക്സിനേഷനാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് B, MMR, ചിക്കൻ പോക്സ്, ഈ 3 നിർബന്ധമായിട്ടും വേണ്ടത്. ഇനി വേറെ ഏതെങ്കിലും പൊർട്ടുഗൽ കോളേജുകളിൽ വേറെ ഏതെങ്കിലും വാക്സിൻ എടുക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അപ്പോൾ എടുത്താൽ മതിയാകും. പിന്നെ SC, ST, OBC, OEC, EW സർട്ടിഫിക്കറ്റുകൾ. നിങ്ങൾ ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ റിസർവേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്. പിന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഏറ്റവും ബെറ്റർ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത അതേ ഫോട്ടോ തന്നെ അതിൻ്റെ ഒരു 10-12 കോപ്പികൾ എടുത്ത് വെക്കുക. ജസ്റ്റ് ഒരു 15 കോപ്പികളൊക്കെ എടുത്ത് വെച്ചോളൂ, യൂസ് ചെയ്യാമല്ലോ. അതുപോലെ തന്നെ ഈ പറഞ്ഞ എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും കോപ്പികൾ ഒരു 3-4 സെറ്റ് കോപ്പികൾ എടുത്തു വെക്കുക. ഇപ്പം അലോട്ട്മെൻറ്റ് പ്രോസസ്സിന് ജസ്റ്റ് ഒരിക്കൽ പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ ചോദിക്കാം. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.